eval ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ഫംഗ്ഷൻ ആണ് അതിന്റെ അർത്ഥം. ഇതിൽ കൊടുത്തിട്ടുണ്ട് eval ഈസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ പൈത്തൺ. eval ഫംഗ്ഷൻ പേഴ്സ്, ഇവിടെ സ്പെല്ലിംഗ് ചെറുതായിട്ടൊന്നും തെറ്റിയിട്ടുണ്ട്, ഫ്രേസ് എന്നാണ് കേട്ടോ. ദ എക്സ്പ്രഷൻ ആർഗ്യുമെന്റ് ആൻഡ് ഇവാലുവേറ്റ് ഇറ്റ് ആസ് പൈത്തൺ എക്സ്പ്രഷൻ. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇൻ സിമ്പിൾ വേർഡ്സ് the eval function evaluates the string like a Python expression and return the result as an integer. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം, അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സപ്പോസ് a ഈക്വൽസ് ഇൻപുട്ട്, ഒരു യൂസറിന്റെ കയ്യിൽ നിന്ന് നമ്മളൊരു നമ്പർ വാങ്ങാന്ന് വിചാരിക്കുക. a ഈക്വൽ ടു ഇൻപുട്ടിന് ബ്രാക്കറ്റ് വേണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബ്രാക്കറ്റ് ഇട്ടു ഇൻപുട്ട് enter number. അതിനുശേഷം നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, പ്രിന്റ് എ കൊടുത്തു, പ്രിന്റ് എ. അതിനുശേഷം ബി എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ബി ഈക്വൽ ടു എ ഇൻറ്റു 3 കൊടുക്കാണെന്ന് വിചാരിക്കുക. എ ഇൻറ്റു 3 കൊടുത്തു. അതിനുശേഷം പ്രിന്റ് ബി കൊടുക്കാണെന്ന് വിചാരിക്കുക, പ്രിന്റ് ബി. അപ്പോ നിങ്ങൾക്കറിയാം ഇതിന്റെ റിസൾട്ട് ഇപ്പൊ ഏകദേശം എന്താ വരാന്നുള്ളത് അറിയാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം അല്ലെ. ഇത് റൺ ചെയ്ത് നോക്കി എന്റർ എ നമ്പർ കൊടുത്തു. നമ്മളിപ്പോ സപ്പോസ് 10 കൊടുക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക് ആദ്യത്തെ പ്രിന്റ് എ 10 എന്നുള്ള റിസൾട്ട് കിട്ടി. 10 ഇൻറ്റു 3, 10 ഇൻറ്റു 3 ഇവിടെ എ ഇൻറ്റു 3 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബി ഈക്വൽ ടു എ ഇൻറ്റു 3 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എ എന്ന് പറഞ്ഞ പോലെ 10 ആണ്. 10 ഇൻറ്റു 3 എത്രയാണ്, 30 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടി. ഒന്നും കൂടി നമ്മൾ റൺ ചെയ്യാണ്. എന്റർ എ നമ്പർ 10.5 നമ്മൾ കൊടുത്തു. 10.5 കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടിയത്, ആദ്യത്തെ 10 എ ഈക്വൽ ടു 10.5 കിട്ടി. ബി ഈക്വൽ ടു 31.5. കാരണം എന്താ 10 ഇൻറ്റു 10.5 ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടുള്ളത് 31.5 എന്ന് പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടി അല്ലെ. ഈ ഇൻപുട്ടിന്റെ പ്രത്യേകത എന്താ, നമുക്ക് നമ്പർ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് ഒരു ഇൻപുട്ടിന് പകരം ഹായ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എറർ വരും. കാരണം എന്താ, നമുക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് നമ്പറുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇനി ഈ സെയിം സാഹചര്യത്തിൽ നമ്മൾ ഇതിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിച്ചത്, റോ ഇൻപുട്ട് ആണ് ഉപയോഗിച്ചത്. RAW റോ ഇൻപുട്ട്. ഓർമ്മയില്ല എല്ലാവർക്കും, നമ്മൾ റോ ഇൻപുട്ട് ആണ് ഉപയോഗിച്ചത് അല്ലെ. റോ ഇൻപുട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ള സെയിം ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പോ എന്റർ എ നമ്പർ നമ്മൾ എത്ര കൊടുത്തു, 10 കൊടുത്തു. അപ്പൊ എന്താണ് ഉത്തരം കിട്ടിയത്, എന്റർ എ നമ്പർ എ ഈക്വൽ ടു റോ ഇൻപുട്ട് എന്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്, പ്രിന്റ് എ പ്രിന്റ് 10 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു അല്ലെ. ബി ഈക്വൽ ടു നമ്മൾ എന്താണ് അവിടെ ആക്ച്വലി കൊടുത്തത്, ബി ഈക്വൽ ടു എ ഇൻറ്റു 3. എ ഇൻറ്റു 3 ആണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇവിടെ 10 എന്ന് പറഞ്ഞ റിസൾട്ട് ശരിക്കും എത്രയാണ് കിട്ടേണ്ടത്, 10 ഇൻറ്റു 3 30 ആണ് കിട്ടേണ്ടത് അല്ലെ. ഇവിടെ എങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്, 10 10 10. കാരണം എന്താ, റോ ഇൻപുട്ട് വഴി റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് നമ്പർ അടിച്ചാലും നമ്മൾ അത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യാന്നാണ് പറഞ്ഞത്, അത് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ ഇവിടെ 10 ഇപ്പൊ ആക്ച്വലി എന്തായിട്ടാണ് കിടക്കണേ, ഒരു സ്ട്രിങ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് സ്ട്രിങ്. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു തരാം. വീണ്ടും റൺ ചെയ്തു. അതായത് ഒരു ഹായ് എന്ന് പറഞ്ഞൊരു വാക്കടിച്ചു, ഹായ് എന്ന് പറഞ്ഞ വാക്കടിച്ചു, റൺ ചെയ്തു. സോറി, ഹായ് ഹായ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വന്നത്, ഹായ് HI നമ്മൾ അടിച്ചു, ഹായ് ഹായ് ഹായ്. എന്താണ്, ഈ സ്ട്രിങ്ങിനെ 3 വട്ടം ഇൻറ്റു 3 റിപ്പീറ്റേഷൻ ആയിട്ട് 3 വട്ടം പ്രിന്റ് ചെയ്തു. ഇതേ സെയിം പ്രോസസ് തന്നെയാണ് എവിടെ ഉണ്ടാവുന്നത്, നമ്മളൊരു നമ്പർ കൊടുക്കുമ്പോഴും ഉണ്ടാവുന്നത്. നമ്പർ 10 പകരം 12 ഇവിടെ കാണുന്നുണ്ടെങ്കിൽ വേണ്ട 12 12 12. അതായത് ഈ 12 എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്, അത് ഇന്റീജർ അല്ലായിട്ട് എടുത്തിട്ട് സ്ട്രിങ് ആയിട്ട് എടുത്തിട്ട് അത് റിപ്പീറ്റേഷൻ ചെയ്തു. ഇതിന് പകരം നമ്മൾ എന്ത് പഠിച്ചു, ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് വാങ്ങാന്നുള്ളത് പഠിച്ചു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ, കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്, ഇതിന് തൊട്ട് മുമ്പിൽ നമ്മൾ ഇന്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു. അതായത് നമ്പർ ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഇന്റീജർ നമ്പർ ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഇൻഡായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഇന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് 10 നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് കിട്ടി, 10 എന്നുള്ളത് ഓട്ടോമാറ്റിക് അത് ഇന്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഇന്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എയിലേക്ക് കിട്ടി. 10 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 30 കിട്ടി.
ഇനി നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ 10.5 കൊടുക്കായിരുന്നു എന്ന് വിചാരിക്കുക. 10.5 കൊടുത്തപ്പോ എന്തുണ്ടായി? ഇവിടെ എറർ വന്നു. കാരണം എന്താ? നമ്മളിവിടെ കൺവെർട്ട് ചെയ്ത് വാങ്ങുന്നത് ഇന്റീജർ ആണ്. ഇന്റീജറിന് എന്ത് പറ്റില്ല? ഫ്രാക്ഷൻ ആയിട്ടുള്ള വാല്യൂ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മൾ ഇൻറ്റു മാറ്റിയിട്ട് നമ്മളിവിടെ ഫ്ലോട്ട് ആക്കും. FLOAT ഫ്ലോട്ട് ആക്കി. ഫ്ലോട്ട് ആക്കിയിട്ട് നമ്മൾ വീണ്ടും റൺ ചെയ്തു. നമ്മൾ ഇതേപോലെ 10.5 കൊടുക്കും. അപ്പൊ റിസൾട്ട് എന്ത് വന്നു? 10.5 ഇൻറ്റു 3 നമ്മൾ ചെയ്തപ്പോൾ 31.5 വന്നു. ഇവിടെ നമ്മളൊരു ഇന്റീജർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 എടുത്താണെന്നുണ്ടെങ്കിൽ എന്താ റിസൾട്ട് വരണേണ്ട? 5.0 15.0. അതായത് എന്താ ഇവിടെ ഉണ്ടാവുന്നത്? ഇൻഡാണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ ഇന്റീജർ വാല്യൂ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്ലോട്ട് ആണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിലോ അത് ഓട്ടോമാറ്റിക് എല്ലാം ഫ്ലോട്ടായി മാറാണ്. ഈ ഒരു കാര്യം മാറ്റാൻ വേണ്ടി, അതായത് നമുക്കിപ്പോ റീഡ് ചെയ്യുമ്പോൾ യൂസർ റീഡ് ചെയ്യുന്നത് ഒരു ഇന്റീജർ വാല്യൂ ആണോ അതോ ഫ്ലോട്ട് വാല്യൂ ആണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് മാക്സിമം മെമ്മറി ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റീജർ ആണെങ്കിൽ ഇന്റീജർ ആയിട്ട് തന്നെ അത് എടുക്കും വേണം, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ആയിട്ട് എടുക്കും വേണം. ആ ഒരു പർപ്പസില് സ്ട്രിങ്ങിനെ പ്രോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇവൽ. EVAL. ഇവൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗുണം? ഇവിടെ യൂസർ എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ട് യൂസർ ഇവിടെ എന്താണ് കൊടുത്തേ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇവൽ ഫംഗ്ഷൻ നമ്മളിപ്പോ ഒരു 10 കൊടുത്തെന്ന് വിചാരിക്കുക. 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്ത് വന്നു? ഓട്ടോമാറ്റിക് ഈ 10 ഈ A ഈക്വൽ ടു എന്തായി മാറി? A ഈക്വൽ ടു ഇവിടെ 10. അതായത് 10 എന്ന് പറഞ്ഞ് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് ആണെങ്കിൽ ഓൾറെഡി 10.0 എന്ന് വന്നേനെ ഓൾറെഡി 10 ആയിട്ട് എടുത്തു. അത് ഇൻറ്റു 3 10 ഇൻറ്റു 3 30 ചെയ്തു. ഈ സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് 10.5 കൊടുക്കുകയാണെങ്കിലോ അപ്പൊ എന്ത് വന്നു? 10.5 ആയിട്ട് റീഡ് ചെയ്തു. അതായത് ഫ്ലോട്ട് ആയിട്ട് റീഡ് ചെയ്തു 31.5 എന്നുള്ള ഉത്തരം കിട്ടി. അപ്പൊ എന്താണ് ഇവിടെ ആക്ച്വലി ഉണ്ടാവുന്നത്? നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇവിടെ യൂസർ എന്താണോ കൊടുക്കണേ ആ സെയിം വാല്യൂ തന്നെ കൺവെർട്ട് ചെയ്തിട്ട് ഇവിടെ അയലിക്ക് വന്നോളും. അതിനനുസരിച്ച് ഇവിടെ റിസൾട്ട് പ്രിന്റ് ചെയ്തോളും. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ മോഡ്യൂളിലത്തെ ഏകദേശം ഒരു അവസാന ടോപ്പിക്കാണ് ഇവൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ പ്രിന്റ് ഫംഗ്ഷൻ ആണ്. പ്രിന്റ് ഫംഗ്ഷൻ നമ്മൾ ഇതിന്റെ ഇടയിൽ പല സമയത്തായിട്ട് നമ്മൾ കണ്ടു അല്ലെ? എന്താ? പ്രിന്റ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രിന്റ് ചെയ്യും, ഈ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇവൽ ഫംഗ്ഷനും പ്രിന്റ് ഫംഗ്ഷനും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം എന്തൊക്കെയാ വരുന്നത്? യൂസർ ഇൻപുട്ട്. അത് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ കണ്ടു അല്ലെ? റോ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കണ്ടു, പ്രിന്റ് ഫംഗ്ഷൻ കണ്ടു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ഈ ഫസ്റ്റ് മൊഡ്യൂളില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ വീണ്ടും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അങ്ങനെ ഡൗട്ട് ചോദിച്ച് ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ, നോട്ട് ചെയ്ത് വരട്ടെ. ഇപ്പൊ നോക്കി ഏകദേശം 31 പേജ് ഉണ്ട്. ഈ 31 പേജ് ഇങ്ങനെ PDF ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളത് നോട്ടിലേക്ക് എഴുതണം. ഞാൻ ഒരു ദിവസം മിക്കവാറും അത് ഈ ശനിയാഴ്ച ആയിരിക്കും, ഈ സാറ്റർഡേ ആയിരിക്കും ഞാൻ നിങ്ങളുടെ നോട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സാറ്റർഡേക്ക് മുമ്പ് എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്റെ മെയിൽ ID ഞാൻ നിങ്ങൾക്ക് തരാം. ആ മെയിൽ IDയിലേക്ക് നിങ്ങൾ എന്റെ നോട്ട് സബ്മിറ്റ് ചെയ്യണം. PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചാണ് ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.